മുടിച്ചിട്ടില്ലാമാ മുടിച്ചിട്ടില്ല. പൊളിക്കലേ പിന്നല്ല. തുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണേ. ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്കാണ്. 100% അല്ല 110% ഈ സീസണിൽ വരാൻ പോകുന്ന ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടിപൊളി. ഇപ്പൊ തന്നെ മുടിഞ്ചി ഫുള്ള് നീ തുടങ്ങുന്നതിന് മുന്നേ മുടിച്ചോ? അതെ, ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല. 100% ഒന്നും ഞങ്ങൾ ഉറപ്പ് പറയുന്നില്ല. സാധ്യതയുള്ള, അതായത് ഏതാണ്ട് കൺഫേം ആയി എന്നുള്ള ചിലരുടെ പേരാണ് പറയാൻ പോകുന്നത്. മേ ബി വന്നേക്കാം. മേ ബി അല്ല, ഒരു 70%. അതെ, അത്ര ഉറപ്പിക്കാൻ പറ്റില്ല. അതെ, ഇതിനകത്ത് ആരൊക്കെ മിസ്സാവും പറയാൻ പറ്റില്ലല്ലോ. ഇതാണെങ്കിൽ ഒരു 10-13 പേരുടെ ഒരു ലിസ്റ്റ് ആട്ടോ ഉള്ളത്. തുടങ്ങാം. ഫസ്റ്റ് ശാരിക, ആങ്കറാണ്. നമുക്കറിയാം, ഈ അടുത്തൊക്കെ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്ത് ഭയങ്കര ഹിറ്റ് ആയിരിക്കുന്ന ആളാണ് കേട്ടോ. കുപ്രസിദ്ധി. അതെ, പ്രസിദ്ധി അല്ല, കുപ്രസിദ്ധി നേടുകയാണ്. അതായത് വളരെ മോശമായ രീതിയിൽ ആങ്കറിങ് ചെയ്യും. എന്തൊക്കെ ചോദിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. വായിൽ തോന്നിയത് എന്തും ചോദിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് വിവാദമായ ഒരു അവതാരകയാണ്. ആളാണ് വരാൻ പോകുന്നത്. ഇതുവരെ ആളുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു ഇതൊക്കെ കണ്ടിട്ട് നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരിക്കും. സത്യം. അതായത് നല്ല തൻ്റെ ഉള്ള ഒരു സ്ത്രീയാണ്. നോ ഡൗട്ട് കണ്ടന്റ് വരും. അതാണ്, ആത്മവിശ്വാസം ഉണ്ട് തീർച്ചയായിട്ടും. അടുത്തത് മുൻഷി രഞ്ജിത്ത്, ആക്ടറാണ്. നിങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ അതിനുള്ളിലേക്ക് പോകണ്ട്. ആയിക്കോട്ടെ, ശരി. എന്താണെങ്കിലും ആളും നല്ല ഫേമസ് ആണ്. മുൻഷിയിലൂടെയാണ് ആള് വന്നത്. ഒരുപാട് ഉണ്ട്, സിനിമകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ അടിപൊളിയായിട്ട് ആളാണ്. നോട്ടബിൾ പേഴ്സൺ ആണ്, മുൻഷിയാണ്. ഓക്കെ, അടുത്തത് RJ ബിൻസി. RJ ആണ്, പേരിൽ തന്നെ RJ ഉള്ളത്. കഴിഞ്ഞു. അറിയില്ല ഇതാരാന്ന് ഒരു ഐഡിയ ഇല്ല. വന്നിട്ട് നമുക്ക് നോക്കാം. ചിലപ്പോ നമ്മളിപ്പോ ഈ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞു, ഇതിപ്പോ പുറത്തു പോയി. ഓക്കെ, ആരാന്ന് ഇതേ കട്ടിങ്സ് വെച്ചിട്ട് ആള് ചിലപ്പോ വിന്നറാവും. ഇപ്പൊ മനസ്സിലായോ എന്ന് ആർമിക്കാർ ചോദിക്കും. തീർച്ചയായിട്ടും. ബിൻസി. ഓക്കെ, ബിൻസി തകർക്കട്ടെ. എന്തായാലും ഗംഭീരമാട്ടെ. റീലിടാൻ പറ്റട്ടെ. അതാണ് പ്രതീക്ഷ. നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് ഒരു പ്രതീക്ഷ അറിയല്ല സത്യമായിട്ട്. അടുത്തത് കലാഭവൻ സരിക. നിങ്ങളുണ്ട്. ആക്ട്രസ് ആണ്. അതെ, കോമഡിയത്തി എങ്ങനെ പറയും? കോമഡി ആക്ട്രസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ പോലെ കോമഡിയത്തി. എന്താണെങ്കിലും ആളെ ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട് ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്. ആളും ഇതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം എന്താ പറയാ, നന്നായിട്ട് സംസാരിക്കുന്നതാണ്. പിന്നെ നല്ല ധൈര്യവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അടുത്തത് ആദില ആൻഡ് നൂറ. ഇവിടെ തന്റെ ഇടത്തിന് ഒരു കുറവില്ല. LGBTQ. അതായത് ലെസ്ബിയൻ കപ്പിൾസ് ആണ്. നന്നായി വരട്ടെ. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ബിഗ് ബോസിൽ നിന്ന് തന്നെ കാണാം. അത് ബിഗ് ബോസിൽ വന്നു കഴിയുമ്പോൾ ഇനി ബാക്കി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവരുടെയൊക്കെ ബാക്കിയുള്ളത് എന്താണെന്നുള്ള കാര്യം മൊത്തത്തിൽ മാറി. അടുത്തത് അക്ബർ ഖാൻ, സിംഗറാണ്. നല്ല പാട്ടൊക്കെ കേൾക്കാം. പൊളിയാവാൻ സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്. നല്ല പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതായത് മേ ബി വിന്നർ ആവാനുള്ള ഒരു മുതലുണ്ട്. ഇനി കണ്ടറിയാം. അടുത്ത ഒരു പേര് ഞാൻ പറയും. അത് കുറേ നാളായിട്ട് പേര് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നതാണ്. ഷാനവാസ് ഷാനു. നിങ്ങൾ ഇപ്പഴാ വരുന്നത്? എത്ര കാലായി നിങ്ങളെ കാലില് വീണ് അപേക്ഷിച്ച് വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ സീരിയല് തീർന്നു. ഇപ്പൊ ഏതാണ്ട് സീരിയലൊക്കെ ഏതാണ്ട് ഇപ്പൊ വർക്കുകളൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. സീത സീരിയലിൽ അഭിനയിച്ച് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സീത സീരിയലിലാണ് ആള് ഭീകരായത്. സീതയും ഷാനവാസിന്റെ പേരെന്തായിരുന്നു അതിൽ മറന്നുപോയി. എന്തായാലും അടിപൊളി ഒരു ആളാവട്ടെ, നല്ല കണ്ടസ്റ്റന്റ് ആവട്ടെ, പ്രതീക്ഷ ഉണ്ട്. സിനിമയിലുണ്ട്. അടുത്തത് ബിന്നി സെബാസ്റ്റ്യൻ, സീരിയൽ നടിയാണ്. കൂടുതൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ആളെ കുറിച്ച്. ഷാനവാസിന് നമുക്ക് പറയാം അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ക്യാരക്ടറാണ്. ഇത് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ബിനി സെബാസ്റ്റ്യൻ എങ്ങനെയാണ് ആളെന്ന് അറിഞ്ഞൂടാ. അടുത്തത് നെവിൻ. ആരാ ഇതാദ്യം ചോദിച്ച പോലെ ആരാ ഒരു ഐഡിയ ഇല്ല കേട്ടോ. മോഡലാണെന്നാണ് കേൾക്കുന്നത്. കിടിലം മോഡലാവട്ടെ. എല്ലാ കാറ്റഗറി ആൾക്കാരും. അതെ അതെ,
ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കും ഒരു മോഡലാവട്ടെ. അതുപോലെ ഇനി ഒരുപാട് സീസൺ വരും, അതിലൊക്കെ മത്സരാർത്ഥികൾക്കൊക്കെ ഒരു മോഡലായി മാറട്ടെ. ഇപ്പൊ പോയവർക്കും ഒരു മോഡലാവട്ടെ, എങ്ങനെ ആവരുത് അല്ലെങ്കിൽ എങ്ങനെ ആവണം എന്നുള്ളത്. അയ്യോ ഇല്ലല്ല, ഒരു കൺഫ്യൂഷനും വേണ്ട, അല്ല രണ്ടും കൂടി പറഞ്ഞപ്പോഴേ. അടുത്തത് ഒണിയൽ സാബു. ആള് വ്ളോഗറാണ്. ആളുടെ ജസ്റ്റ് ഇൻസ്റ്റയിലൊന്ന് കേറി നോക്കിട്ടോ ആളെ കുറിച്ച്. ആളുടെ ആറ്റിറ്റ്യൂഡും സ്വാഗതവും ഒരു രക്ഷയില്ല. ഈ ഒരു സാധനം അതേപോലെ ബിഗ് ബോസിനും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ചീറി പൊളിക്കാനുള്ള ഒരു സാധനമുണ്ട്. അത് അതിനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ആളാണെന്ന് തോന്നുന്നു. കാരണം ഭയങ്കര രസമായിട്ടുണ്ട് ആളുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നോക്കുമ്പോ. പൊളിയാണ് ആള്. പിന്നെ നല്ലൊരു കുക്കുവാന്ന് തോന്നുന്നു. കുക്ക് ചെയ്യും പലരെയും. അടുത്തത് ഇങ്ങനെ പൊരിക്കും ചിലപ്പോ, ചട്ടിയിലൊക്കെ ആയിരിക്കും ഓരോരുത്തർ. ചിലപ്പോ ആളെക്കാരും നിർത്തി പൊരിച്ചിട്ട് മറ്റുള്ളവര് പറയാൻ പറ്റില്ല. അടുത്തത് ഒന്നെങ്കിൽ ഇര അല്ലെങ്കിൽ വേട്ടക്കാരനായി മാറട്ടെ, അതിനുള്ളൊരു സാധനമൊക്കെ കാണുന്നുണ്ട്. അടുത്തത് അപ്പാനി ശരത്ത്. എന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ, എന്റെ പെൺ കട്ടോണ്ട് പോവാണ്ട്. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ആളുടെ എൻട്രി ഈ പാട്ടിട്ടുള്ള രീതിയിലായിരിക്കും. അതായിരിക്കും പരിചയപ്പെടുത്തണല്ലോ വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇയാളാണെന്നുള്ളത്. ആ ഒരു സോങ്ങില് ഡാൻസ് ചെയ്യും വിത്ത് ലാലേട്ടൻ. സത്യം പറഞ്ഞോ ലാലേട്ടൻ. എടാ എങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, സുഖല്ലേ? നമ്മളൊക്കെ ഒരുമിച്ച് അങ്ങനെ തകർത്തില്ലേ, വലിയ ഭയങ്കര ഹിറ്റായ സോങ് ഒക്കെ നമ്മൾ ഒരുമിച്ചല്ലേ ചെയ്തതെന്നൊക്കെ പറയും. എന്താ മോനെ ഇത്ര ലേറ്റ് ആയിരുന്നു. ശേഷം പറയും ഞാനിവിടെ തന്നെ ഉണ്ട്, നീ എവിടെയായിരുന്നു? നല്ലൊരു പയ്യനാണ് കേട്ടോ, നല്ലൊരു നടനാണ്, നല്ലൊരു കുടുംബസ്ഥ. അതിനനുസരിച്ചുള്ള ക്യാരക്ടേഴ്സ് ഒന്നും പിന്നീട് കിട്ടിയില്ല എന്നുള്ളതാണ്. കിട്ടിയതൊക്കെ ഒരു കണക്കായിരുന്നു. ഇതിലൂടെ തിളങ്ങിയിട്ട് ആളുടെ ഇതിൽ ഒരുപാട്, അതായത് ആങ്കർ എന്നുള്ള രീതിയിൽ നല്ല നടൻ എന്നുള്ള രീതിയിൽ കഴിവ് തെളിയിക്കാനൊക്കെ പറ്റിയൊരു പ്ലാറ്റ്ഫോം ആണ്. അതെ, പിന്നെ പല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് ഐറ്റംസ് ചെയ്യാനും പറ്റും ബിഗ് ബോസിൽ. അതെ, അതിലൂടെ ആള് തിളങ്ങി വന്നിട്ട് പിന്നെ നല്ല അവസരങ്ങൾ കിട്ടട്ടെ. അടുത്തത് എന്റെ സ്വന്തം അനുമോൾ. ഞാനല്ല നാണിക്കേണ്ടത്, എന്റെ കൂട്ടുകാരന്റെ ചങ്കത്തി. ഇവനായിട്ടിരിക്കുക. അനുമോള് പോലും അറിയാത്ത സമയത്ത് തന്നെ 100% ഉറപ്പ് പറഞ്ഞ ആളാണിത്. അനുമോൾ ഇപ്രാവശ്യം ഉണ്ടോ ഞാൻ എന്ന് പറഞ്ഞാൽ അനുമോൾ എന്ന് പറയും. എടാ ഞാൻ വേറെ പേര് അനിരുദ്ധ് എന്നൊക്കെ പറയാൻ നിന്നതാണെന്നൊക്കെ പറയുമ്പോഴേ അല്ലല്ല നീ അനുമോൾ തന്നെ പറയാൻ. അനുമോളിനെ 100% ഉറപ്പിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരു മുതലുണ്ട്. അനുമോളുടെ അങ്ങനെയാണെങ്കിൽ 100% പോയി. ഇത് കാണുന്നുണ്ടെങ്കിൽ ആളില്ല, കാരണം ഞായറാഴ്ച 7 മണിക്കാണ് ലോഞ്ച്. അപ്പൊ ആളിപ്പാടെ പ്രാക്ടീസ് ചെയ്തിരിക്കും, അതിന്റെ അകത്ത് കയറി ഉണ്ടാവും. മൊബൈലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും തിരിച്ചിറങ്ങുമ്പോ കണ്ടാ മതി. ചേട്ടൻ പറഞ്ഞതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പൊ വേഗം തന്നെ പുറത്ത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. അല്ല, 3 മാസം കഴിഞ്ഞിട്ട്. അങ്ങനെ അപ്പൊ 3 മാസം കഴിഞ്ഞിട്ട് കണ്ടാ മതി എന്നാട്ടോ പറയുന്നത്. 3 മാസം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇവനൊരു ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. എങ്ങോട്ട്? അനുമോളോട് മത്സരത്തിൽ ഒരു സോഫ്റ്റ് കോർണറും ഉണ്ടാവില്ല. അജാതി തെണ്ടിത്തരത്തിന് ഞാൻ കൂട്ടുകൂല. മുടിച്ചില്ല ഒന്നുകൂടി. രേണുസുതി. അതായത് ഒരു മേഖല മാത്രം പറയാൻ പറ്റില്ല. അല്ല, മേഖല പറയണ്ട, അതല്ല, ഒരു കാര്യം പറയാം. 100-110% രേണുസുതി ഉണ്ടാവും. കൺഫേം ആണ്. കാരണം എന്താ അറിയോ, കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ചയായിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അത് തെളിവുണ്ട്. ഞാൻ റീൽസ് കാണുമ്പോ അല്ലെങ്കിൽ ഇത് മാത്രം ഞാൻ എങ്ങനെയൊക്കെ പിടിച്ച് എവിടെയൊക്കെ പിടിച്ച് ബ്ലോക്ക് ചെയ്താലും എവിടെന്നെങ്കിലൊക്കെ കേറി വരടാ റീൽസ്. ഇൻസ്റ്റ മാത്രല്ലേ, ഫേസ്ബുക്ക്, യൂട്യൂബ്, എവിടെ എന്ത് പ്ലാറ്റ്ഫോം. ഇതാണെങ്കിലോ നമ്മൾ കാണണ്ടാന്ന് വിചാരിച്ചിരിക്കുമ്പോ കറക്റ്റ് വരുന്ന അതായിരിക്കും. പക്ഷെ ആളെ വെറുതെ മോശം പറയുന്നതല്ല കേട്ടോ, ഇവരുടെ ഓരോ കാണിക്കലും കാട്ടിക്കൂട്ടലും കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നമുക്കിത് ഇങ്ങനെ തുടർച്ചയായിട്ട് വരുമ്പോൾ നമുക്കൊരു ഇത് ഉണ്ടാവുമല്ലോ, അങ്ങനെ സ്ക്രോൾ ഇത് വേണ്ട എന്ന് നമ്മൾ നമ്മുടെ ഇതിൽ നമ്മൾ എന്ത് കാണണം നമുക്ക് തീരുമാനിക്കാമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് വരരുത് എന്ന് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇത് മാത്രമല്ല, പക്ഷെ നമുക്കൊരു റിലീഫും കൂടിയാണ് വരത് കാണുമ്പോൾ, രസമാണ്, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും ഇതിങ്ങനെ ഓവർ ആകുമ്പോൾ അത് വേണ്ടെന്ന് കരുതി നമ്മൾ ചില ഹാഷ്ടാഗുകളൊക്കെ പിടിച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ഇത് വീണ്ടും കയറി വരുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് റിലീഫാണ്. അതെ അതെ. പക്ഷെ ഇത് അധികമായ അമൃതം വിഷം എന്ന് പറഞ്ഞു കേട്ടില്ലേ, ഓവർ റിലീഫ് ആയാലും പ്രശ്നമാണ്.
ഇതിന്റെ ഇവിടെ അമൃതം അല്ല അങ്ങനെയല്ല, അധികമായാൽ ഉദാഹരണം മാത്രമാണ്, അല്ല അമൃതം ഒന്നും നീ തപ്പി നോക്കണ്ട. ഇതിൽ കറക്റ്റ് ആവുന്നില്ല. എടാ നീ കണ്ടോ, കീഴിലും കണ്ടസ്റ്റന്റ് ആയിരിക്കും സത്യമായിട്ട് പറയാം. അതായത് 100-110% ആൾ ഇതിൻ്റെ അകത്തുണ്ടാവും. കാരണം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ മുന്നിലേക്ക് ആൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ആൾ മിസ്സിംഗ് ആണ്, അതുകൊണ്ട് ഉറപ്പിച്ചു ആൾ കയറിയിട്ടുണ്ടാവും. ഇനി അതല്ലാതെ അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ബിഗ് ബോസ്ക്ക് പോകാൻ പറ്റിയൊരാളാണ് രേണുസുതി. ഇതിനേക്കാളൊരു നെഗറ്റീവ് ആൾക്ക് ഇനി വരാനില്ല. അല്ല കത്തി നിൽക്കുകയാണ്, എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇവരുടെ ഇത് തന്നെയായിരുന്നു. അല്ല സാധാരണ നമ്മളിപ്പോ ഇപ്പൊ ഇത്രയും പേര് നമ്മൾ പറഞ്ഞു, ഇപ്പം അതിൽ ശാരിക ഫസ്റ്റ് പറഞ്ഞില്ലേ, ആളുടെ കാര്യത്തിലും പ്രശ്നമല്ല, ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അതായത് കരിയറിനെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് എപ്പോഴായാലും വരും. സത്യം. കാരണം ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞിട്ട് പോസിറ്റീവായിട്ട് ഇറങ്ങിയ ആൾക്കാർ വളരെ ചുരുക്കമാണ്, കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ചിലപ്പോൾ അവിടെ തീരെ ഒട്ടുങ്ങാനായിട്ട് പോവാണ്. മുടിച്ചിടലാമ കാത്തിരിക്കട്ടെ, മുടിച്ചിടലാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ മറ്റേ ടവലൊക്കെ കെട്ടി ഇങ്ങനെ തിന്നാനായിട്ട് കാത്തിരിക്കുകയാണ് ബിഗ് ബോസ്. സത്യം 7ന്റെ പണിയെന്ന് കൂടി പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഒരു മയല്ല. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അതായത് അയ്യോ ഞാന് ഈ ശാരികയും രേണുസുതി നേർക്ക് നേർ വരുമ്പോഴേ അത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. അത് അങ്ങനെ തന്നെ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. അതാണ് ഞങ്ങൾ അകറ്റി നിർത്തിയിട്ടുണ്ട് വരെ. അതായത് ഈ ലിസ്റ്റിന്റെ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതും ഇവർ രണ്ടുപേരാണ്. അത് സത്യമാണല്ലോ, നല്ലൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അതാണ് നമ്മൾ ആ സമയത്ത് അത് അങ്ങനെ ആക്കി. അതായത് ഞങ്ങൾ വേർപിരിച്ച് രണ്ടുപേരെയും 2 ദളങ്ങളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ബിഗ് ബോസ് വരുമ്പോ എന്തായാലും അവര് ഇനി ചക്കരി ചേച്ചിയും പോലെ ഒട്ടുമോ അത് പറയാൻ പറ്റില്ല, അതോ ഇനി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാവുമോ? മറ്റേ ഒറ്റ കാര്യമുള്ളൂ, മറ്റേ എക്സ്പ്രഷൻ ഒന്നും ഇട്ട് കാണിക്കാതിരുന്ന സ്റ്റേജിൽ വന്നിട്ട് മോഡലിങ്ങിന് അതൊക്കെ വേണോ? ഞാൻ കാത്തിരിക്കുന്നു. നീ അനുഭവർക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ ഞാൻ രേണുസുതിക്ക് വേണ്ടി കാത്തിരിക്കും. അത് ഗംഭീര തീരുമാനമായിട്ടോ. നമ്മള് ഇനി വേണമെങ്കിൽ ഒരു സോഫ്റ്റ് കോർണറൊക്കെ ആവാം, നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട്. ഞാൻ സോഫ്റ്റ് കോർണർ എന്തായാലും കാണിക്കും രേണുവിനോട്. പാവം അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് പുറത്ത്. മുടിച്ചിടല എന്തായാലും വീഡിയോ കഴിഞ്ഞു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 3-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പിന്നീട് അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം 3 മാസം. അതിനായിട്ട് തയ്യാറെടുപ്പിലാണ്. അതായത് നമ്മുടെ മറ്റൊരു ചാനലുണ്ട്, നമ്മുടെ മെയിൻ ചാനൽ എന്റർടൈൻമെന്റ് കിഴിയാണ്. അതിൽ നമുക്ക് ഇഷ്ടംപോലെ കണ്ടന്റ്സുകൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ ഏത് വേണമെന്ന് തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഒരു 10-25 കിലോ അരി എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഉച്ചക്ക് ഫുഡ് വേണ്ടേ. 3 മാസത്തേക്ക്. അപ്പൊ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, 3 മാസത്തേക്ക് തയ്യാറെടുപ്പ് വേണ്ട, നമുക്ക് ബിഗ് ബോസ് ചെയ്യണ്ട. പിന്നെ ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസം ചിക്കൻ വേണം. ശരി, ബാക്കി രാവിലെ വൈകിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോ. മെനു തന്നിട്ട് പോകപ്പെട്ടോ. എന്തായാലും മെനു ഒന്നും ഞാൻ കാണിക്കൂല. എന്തായാലും കാണിക്കുന്നവർ വരട്ടെ. അവരുടെ മെനു നമുക്ക് കാണാം. ഓക്കെ, എന്താണെങ്കിലും കാത്തിരിക്കുകയാണ്, തുടങ്ങട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. മുടിച്ചിടാം. ബൈ.